ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെനറ്റ് പ്രയർ അനുഗ്രഹത്തിന് ശുശ്രൂഷ 127 ദിവസത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കളുടെ എല്ലാ ഭയങ്ങളെയും കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് അനേകം മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമാണ്, മക്കൾക്ക് പേടിയാണ് ജീവിക്കുവാനായി, മുമ്പോട്ട് പോകുവാൻ, പരീക്ഷ, ജോലി, താമസിക്കുന്ന സ്ഥലം, അങ്ങനെ അനേകം ഭയങ്ങളിലൂടെ മക്കൾ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നു. വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ അവിടെ നിൽക്കുവാൻ സാധിക്കുന്നില്ല. അവരെവിടെയായിരുന്നാലും നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഒരു ജോലി ലഭിച്ചു, അതിൽ 1-2 മാസം കഴിയുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, ഇല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. പഠന മേഖലയിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് കോളേജിൽ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഏതാനും മാസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആ കോഴ്സ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇങ്ങനെ വലിയ നഷ്ടങ്ങളിലേക്ക് വരുമ്പോൾ, മക്കൾക്ക് ഭയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ, കർത്താവിൻ്റെ വലിയ കോട്ടയ്ക്കുള്ളിൽ, സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ മക്കളാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കളെ ബാധിക്കുന്ന എല്ലാ ഭയങ്ങൾ, പരീക്ഷയാവാം, പരീക്ഷാ ഭയമാവാം, മറ്റുള്ള വ്യക്തികളോടുള്ള ഏതെങ്കിലും വ്യക്തികളോടുള്ള ഭയമാവാം, സമൂഹത്തോടുള്ള ഭയമാവാം, പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ ഒരു പൊതു സദസ്സിനോടുള്ള ഭയമാവാം, എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ ഭരിക്കുന്ന, അവരുടെ ജീവിതാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഭയങ്ങളും ഇന്ന് തന്നെ മാറിപ്പോകാനും മക്കളുടെ ജീവിതം ബലമുള്ളതായി തീരുവാനും നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സക്രിയ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 5-ാം വചനം, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും എന്ന് കർത്താവ് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ കോട്ട, സംരക്ഷണ കോട്ട നമ്മുടെ മക്കളുടെ ജീവിതം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സക്രിയ 2:5, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അവരുടെ എല്ലാ വസ്തുക്കൾ, അവർ താമസിക്കുന്ന ഇടം, ഭവനം, അവരുടെ യാത്ര, മക്കളുടെ ഇടപെടലുകൾ, അവരെഴുതുന്ന പരീക്ഷ, ഇൻ്റർവ്യൂ, ജോലി, എല്ലാ മേഖലയിലും കർത്താവെ അവിടുന്ന് അഗ്നിയോടുള്ള കോട്ടയായി നിലകൊള്ളണമേ. ദുഷ്ടപിശാചിൻ്റെ എല്ലാ കെണിയിൽ നിന്നും ഞങ്ങളുടെ മക്കൾ സംരക്ഷണമായി അവിടുത്തെ കോട്ടയ്ക്കുള്ളിലാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിച്ച് എന്നും അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.